ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും ശംസനാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇവിടെ അൽഹംദുലില്ലാ അവിടെ സുഖമായി പോണു. അപ്പം ഞാനിന്ന് വന്നിട്ട് നല്ലൊരു തരിക്കൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ കുറച്ച് കഥകളും ആയിട്ടാണ് കേട്ടോ. അപ്പം അതെന്താണെന്ന് നോക്കാം അല്ലേ. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിലല്ല കേട്ടോ, നമ്മുടെ നെസ്മാമിനോടെയാണ്. നമ്മുടെ വീട്ടിലെ അടുപ്പിൽ നിന്ന് ഫുൾ ബിസിയാണ്. അപ്പോൾ നമുക്ക് നെസ്മാമിനോട് നിന്നാണ് ഞങ്ങൾ തരിക്കനി ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നമ്മളിതേ ചെമ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒരു 2 പാക്കറ്റ് നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് 1/2 കിലോ, 1/4 കിലോന് 1/4 കിലോ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ 2 കിലോൻ്റെ നെയ്യ് ഞാൻ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചുവന്നുള്ളിനെ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചതും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കപ്പലണ്ടി, ഇതെല്ലാം കൂടിയിട്ടാണ്. അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സേമിയം പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ. നമ്മൾ വലിയ സേമിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് പൊടിച്ച് വെച്ചതാണ്. അതും നമുക്കിതിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണ വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല രീതിയിൽ നമുക്കറിയാമല്ലോ, സേമിയം ഉണ്ടാക്കുമ്പോൾ എങ്ങനത്തെ തരിക്കനി ഉണ്ടാക്കുമ്പോൾ ഏത് രീതിയിലാണ് നമുക്കൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് കിട്ടണ വരെ നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ എനിക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റക്കല്ലായിട്ട് ഉണ്ടാക്കുന്നത്, എൻ്റെ കൂടെ നെസ്മാമിയും കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് പേർക്ക് ഉണ്ടാക്കാൻ അറിയുള്ളൂ. കുറേ പേർക്കുള്ള 100 പേർക്കുള്ളൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല കേട്ടോ. മെഷർമെൻ്റ് ഒക്കെ തെറ്റും. ഒരു 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 കണക്കുണ്ടാവുമല്ലോ, അതാണ് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെസ്മാമിനോട് വന്നിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നെസ്മാമി എനിക്ക് കറക്റ്റ് പറഞ്ഞു തരികയും ചെയ്യും എങ്ങനെ ഉണ്ടാക്കണം എന്താണെന്നൊക്കെ എനിക്ക്. പക്ഷേ ഓരോരുത്തർ റെസിപ്പി നെസ്മാമിയുടെ സേമിയം തരിക്കന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെസ്മാമിയുടെ സേമിയ പായസം മാത്രമല്ല, തരിക്കന് മാത്രമല്ല, ഒരുവിധ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാ ഫുഡും നെസ്മാമി പരീക്ഷിച്ച് നോക്കും. മാഷാ അല്ലാ. എനിക്കൊക്കെ മടിയാണ്, പക്ഷേ നെസ്മാമിക്ക് മാഷാ അല്ലാ എന്താ പറയുക, എല്ലാം കണ്ടതൊക്കെ മൂപ്പരാൾ പരീക്ഷിച്ച് നോക്കേണ്ട ഒരാളാണ് കേട്ടോ ഞങ്ങൾ നെസ്മാമി. അപ്പോൾ നമ്മളിതേ റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതും ഒന്ന് വറുത്ത് കിട്ടണ വരെ വറുത്തതിന് ശേഷം നമ്മളിതേ 12 പാക്കറ്റ് പാലാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചൊഴിക്കണത്. 12 പാക്കറ്റ് അല്ല, അവിടെ ഞാനിത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് നെസ്മാമി എനിക്ക് പാക്കറ്റ് കട്ട് ചെയ്തിട്ടാണ് സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 12 പാക്കറ്റ് പാലാണ് നമ്മളിതിൽ പൊട്ടിച്ചൊഴിക്കണത്. പിന്നെ എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ 100 പേർക്കൊക്കെ ഉണ്ടാക്കണത്. ഞാൻ ഇതുപോലെ നെയ്ച്ചോറും ഞാൻ ഇപ്പം അടുത്തായിട്ടാണ് ഞാൻ കുറേ പേർക്കൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. ആദ്യം നമ്മൾ ചെറിയൊരു ഫാമിലി ആയിരുന്നല്ലോ, അപ്പോൾ കുറച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്നല്ലോ. പിന്നെ ഞാൻ തറവാട്ടിലെത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് കുറച്ചും ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും ക്വാണ്ടിറ്റിയും കൂടുമല്ലോ, അങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് എൻ്റെ ഉമ്മയോട് എപ്പോഴും ചീത്ത പറയും, നിങ്ങൾക്ക് ഏട്ടത്തി അനത്തിക്കും കുറേ ആയിട്ട് ഉണ്ടാക്കാൻ അറിയില്ല, കുറച്ചുണ്ടാക്കാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെപ്പോഴും ഞങ്ങൾക്കുള്ള കേൾക്കാറുണ്ട് കേട്ടോ, ഞങ്ങൾ ഉമ്മയുടെ കയ്യിൽ നിന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ തരിക്കനി കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ കുറേ പേര് കുടിക്കണമെന്ന് എനിക്ക് പേടി. പടച്ചോന് ടേസ്റ്റ് ഉണ്ടാവില്ലേ, റവ ഇട്ടത് കുറഞ്ഞു പോയോ, അങ്ങനെ ഇങ്ങനെ ഇതാണല്ലോ. ഞങ്ങൾ അടുപ്പാണെങ്കിലും ആകേനെ എന്താ പറയുക, ഞാൻ രാവിലെ 7 മണിക്ക് വന്നിട്ടില്ലാണ് കേട്ടോ നമ്മൾ തരിക്കനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ 7 മണിക്ക് എനിക്ക് പോകുന്നില്ല. ഞാൻ എണീറ്റ് എല്ല ബേബി അതമ്മ കട കിടന്ന് പറയുന്നത് നമ്മൾ നേരെ കാണുന്ന വീടാണ് കേട്ടോ നെസ്മാമിയുടെ വീട് എന്ന് പറഞ്ഞത്. കുറേ നടക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ 12 പാക്കറ്റ് പാൽ ഒഴിച്ചു, അതുപോലെ തന്നെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കേട്ടോ. ബാക്കിക്കുള്ളത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു തരിക്ക് പോലും കട്ട പിടിക്കാൻ പാടില്ല, റവ ഒക്കെ ഉള്ള കാരണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാണാനൊക്കെ മാഷാ അല്ലാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ ഷുഗർ നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യണത്, ഇപ്പോഴൊന്നും നമ്മൾ ഷുഗർ ആഡ് ചെയ്യണില്ല. ഇനി നമുക്ക് നല്ല തിളച്ചിടണം. എന്നിട്ട് തിളച്ച് കിട്ടിയതിന് ശേഷം ചോറും ഞങ്ങൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അവരും തിളച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇത് ഈ അടുപ്പത്ത് ചോറും കൂടി തീമിടാൻ കേട്ടോ. ആ ഒരു കഥയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേഗം തിളച്ച് കിട്ടണം കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇനി നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഏലക്ക പൊടിച്ചിട്ടതും നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുറ്റത്ത് എന്തായാലും നമുക്ക് തീ കൂട്ടാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ്. പിന്നെ മുറ്റക്കാതെ നനഞ്ഞ് കുതിർന്ന് വെള്ളത്തിലായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ നെസ്മാമി ഞാനും പറഞ്ഞു, നെസ്മാമി പറയുകയും ചെയ്ത് മുറ്റത്ത് കത്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേഗം തിളച്ചായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യുക, മഴയാണ്, നമുക്കതും പറ്റില്ല. അങ്ങനെ പിന്നെ ഇത് കാണാനൊക്കെ നല്ല രസമാണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്നത് നെസ്മാമി കൂടെ ഉള്ളതാണ്. നെസ്മാമിയുടെ ഒരു ഇതുള്ള കാരണമാണ്. അല്ലെങ്കിൽ അപ്പം ഞാനൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പാളിസാവും ഇത്ര പേർക്കൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്തതിന് ശേഷം എനിക്കിത് മിക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇളക്കിക്കൊണ്ട് എന്നിട്ട് പിന്നെ ലാസ്റ്റ് കൈയൊക്കെ കടഞ്ഞപ്പോൾ പിന്നെ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടോ കുറച്ച് നേരം.
പിന്നെ ഇതിൻ്റെ ഇടയിൽ കറണ്ടും പോയിട്ടോ, 2 പ്രാവശ്യം കറണ്ട് പോയി. പിന്നെ ഇൻവെർട്ടറിലാണ് വലിയ സീനില്ല, കറണ്ട് പോയിട്ടോ. അങ്ങനെ ഇനി നമ്മളിവിടെ കാത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തിളക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കേട്ടോ. പിന്നെ എനിക്ക് എവിടെ കണ്ടാലും എനിക്ക് ഇരിക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വേറെ എവിടെയും നോക്കില്ല, ഇളക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുകയും ചെയ്യാം. റെസ്റ്റ് അറേഞ്ച് ചെയ്ത് എന്താ പറയുക, എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരണ്ട്. കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയത് 2 മണിക്കാണ് കേസ് ഞാൻ കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ 7 മണി അല്ല 6 മണിയൊക്കെ ആകുമ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പിന്നെ ഞാൻ വീട്ടിലേക്കൊന്നും പോയില്ല. നെസ്മ മെനച്ചപ്പോൾ നിനക്ക് പുട്ട് വേണോ, ചപ്പാത്തി വേണോ, ദോശ വേണോ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ദോശ മതി. ഞാൻ അടുത്ത് നല്ല ദോശയും അതുപോലെ തന്നെ പുട്ടിൽക്കുള്ള കടലക്കറിയും ചട്നി സാമ്പാർ ഒക്കെ കൂട്ടി നല്ല ദോശയും കഴിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും വീണ്ടും ഞാൻ അവിടെ വന്ന് നോക്കിയിട്ട് തിളച്ചൊന്ന്. അപ്പോൾ തിളച്ച് വരണുള്ളൂ കേട്ടോ ഗൈസ്. നമ്മൾ തരിക്കണത് ഇവിടെ തിളച്ച് ഇങ്ങനെ പൊന്തി വന്ന് അങ്ങനെ ഫൈനലി നമ്മുടെ തരിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് തിളക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. കാരണം വേഗം ആവാൻ വേണം, ചോറും വെക്കണം. നമ്മൾ തരിക്കനൊക്കെ വീട്ടിലേക്ക് എത്തിട്ടോ. വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ മിൽക്ക് മെയ്ഡ് നമുക്ക് കയ്യിൽ കിട്ടിയത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ മിൽക്ക് മെയ്ഡ് കിട്ടിയത് ഞാൻ നേരെ അതിലോട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് മെയ്ഡൊന്നും പോരാ, 2-3 എണ്ണമൊക്കെ വേണം കേട്ടോ. എന്തായാലും ഒന്ന് കിട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഞാനിതിലോട്ട് അത്യാവശ്യം ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തരിക്കിന് ഞാൻ മധുരം ഇല്ലാണ്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മധുരം ഇല്ലാത്തത് ഒരാളും കുടിച്ചില്ല കേട്ടോ. ഷുഗർ ഉള്ളവർക്ക് പോലും മധുരമില്ലാത്ത തരിക്കിന് വേണ്ട ഗൈസ്, എല്ലാവർക്കും മധുരമുള്ളത് മതി. പക്ഷേ അൽഹംദുലില്ലാ എന്ന് പറയുക, എല്ലാവർക്കും ഇഷ്ടമായി. എനിക്ക് സമാധാനമായി, എല്ലാവരും കുടിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. നമുക്ക് അങ്ങനെ ബാക്കിയാവുകയും ചെയ്തില്ല കേട്ടോ. അതിന് നമ്മളെ തരിക്കനിയുടെ റെഡി ആയിട്ട് സൂപ്പറായിട്ട് എല്ലാവരും കുടിച്ചു. എനിക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണേ. പാവല്ലേ ഞാൻ.